മാതാപിതാക്കൾ വളർത്തി വലുതാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അവരൊരു മക്കൾ നല്ലൊരു ലെവലിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മാതാപിതാക്കൾ ഒരു ബേർഡൻ ആ ഒരു കോൺസെപ്റ്റാണ് ഇപ്പോൾ ഉള്ള കുട്ടികൾക്കുള്ളത്. അപ്പം അങ്ങനെയുള്ള പേരൻസിനെ നമ്മൾ നോക്കുക, അവർക്കൊരു മകള് അല്ലെങ്കിൽ ഒരു പേരക്കുട്ടി ആവാൻ സാധിക്കുക എന്ന് വെച്ചാൽ അതൊരു വലിയ കാര്യമല്ലേ. അപ്പം അത് അതിനെ വളരെ അട്രാക്ട് ചെയ്തൊരു സംഭവമാണ് ഈ സന്യാസ സമൂഹത്തിൻ്റെ. പിന്നെയെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാലത്ത് കുറേ കുട്ടികൾ ഈ ലൗകികമായിട്ടുള്ള വേൾഡ്ലി പ്ലഷേഴ്സിൽ പെട്ടുപോയിട്ട് കുറേ തെറ്റായിട്ടുള്ള ബന്ധങ്ങളിലൊക്കെ പെട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന അങ്ങനെ ജീവിതം തന്നെ വേണ്ടാന്ന് നോക്കുന്ന കുറേ യുവതിയുവാക്കളുണ്ട്, എസ്പെഷ്യലി ഗേൾസ്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ലൈഫിലേക്ക്, അങ്ങനെയുള്ള യങ് ഗേൾസിൻ്റെ ജീവിതത്തിലേക്ക് ഒരു സ്പാർക്കായിട്ട് പോവാന്ന് പറഞ്ഞാൽ അത് സംതിങ് ഗ്രേറ്റാണ്. അപ്പോൾ അങ്ങനെയുള്ള മക്കളെ സഹായിക്കുന്ന കുറേ സ്ഥാപനങ്ങളുണ്ട് നമുക്ക് തന്നെ. തെറ്റായ രീതിയിലുള്ള ബന്ധങ്ങൾ വഴി ഉണ്ടാകുന്ന കുട്ടികളുണ്ട്, അനാഥരായി പോകുന്ന മക്കൾ. അവർക്ക് അപ്പനും അമ്മയും ഇല്ലാണ്ടാവുന്ന ആ ഒരവസ്ഥയിൽ നമുക്ക് ഒരു അമ്മയാകാനായിട്ട് ഗർഭം ധരിക്കണം എന്നില്ല. ജസ്റ്റ് എ വില്ല് ഈസ് ഇനഫ്. നമുക്കൊരു മനസ്സുണ്ടായാൽ മതി ഒരു അമ്മയാവാനുള്ള. അപ്പോൾ അങ്ങനെയുള്ള ആ അമ്മയുടെ സ്നേഹവും വാത്സല്യവും ഒക്കെ കൊടുത്ത് ആ അനാഥരായിട്ടുള്ള മക്കളെ വളർത്താനുള്ള ഒരു ആഗ്രഹമൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഈ സന്യാസ സമൂഹം ചെയ്യുന്നുണ്ട്. എല്ലാവരെയും ഒരു കുടക്കീഴിലാക്കുക എന്ന് പറയില്ലേ. സ്കൂളുകൾ തന്നെയാണെങ്കിലും, അതായത് ഡെയിലി വേജസ് കൊണ്ട് ജീവിക്കുന്ന പേരൻസ് ഇല്ലേ, അവരുടെ മക്കളെ പഠിപ്പിക്കാനായിട്ട് അവർക്ക് വേറെ നിവൃത്തിയില്ല. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ വളർത്തിക്കൊണ്ടുവരാനായിട്ട് നമ്മളുടെ സ്കൂളുകളിൽ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്.